ഹായ്, ഇപ്പൊ എന്റെ ചിന്നുമോളെ കാണാൻ രാജകുമാരിയെ പോലെ ഉണ്ട്. വാ, ഇനി മുടി ചീകിത്തരാം. ആ പൊന്നു, ഇത് കഴിഞ്ഞ് അമ്മ നിന്റെ മുടി ചീകിത്തരാം കേട്ടോ. വേണ്ടമ്മേ, എന്നെ ആരും ഒരുക്കണ്ട. ഇന്ന് ചിന്നുവിന്റെ ദിവസമല്ലേ. ഞാൻ എത്ര ഒരുങ്ങിയാലും ഇന്നെല്ലാരും ഇവളെയല്ലേ നോക്കൂ. അല്ലേ ചിന്നു? വെറുതെ നോക്കല്ല, അയ്യോ ഇത് നമ്മുടെ ചിന്നു ആണല്ലോ എന്ന് അതിശയത്തോടെ നോക്കും. ഇതുകൂടി വെക്കാം. നോക്കട്ടെ. ഇനി മോള് പോയിട്ടോ. അപ്പൊ ലക്ഷ്മിയമ്മ വരുന്നില്ലേ? ഞാൻ വരാം മോളെ. മോളിപ്പോ വല്യച്ഛന്റെ കൂടെ പോയിക്കോ. മോക്ക് നേരത്തെ ഇവിടെ എത്തേണ്ടല്ലേ? വേണ്ട, ഞാൻ ലക്ഷ്മിയമ്മയുടെ കൂടെ പോകുന്നുള്ളൂ. പറയുന്ന കേക്ക് മോളെ. അമ്മ അപ്പച്ചിയൊക്കെ വരാനുള്ളതല്ലേ. അവരൊക്കെ ഒരുങ്ങി ഇറങ്ങുമ്പോ താമസിക്കും. അതുകൊണ്ടാ വല്യച്ഛനൊപ്പം പോവാൻ മോളോട് പറഞ്ഞു. എങ്കി അപ്പൂനെ പൊന്നൂനെ എന്റെ കൂടെ വിട്. അപ്പോ എപ്പോഴാ വണ്ടി കയറി ഇരിക്കുക. പൊന്നൊപ്പം മോളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോ. ഞാൻ ഇതുവരെ റെഡി ആയിട്ടില്ല. ദേ കണ്ടില്ലേ, മുടി പോലും ചീകിയിട്ടില്ല. ഞാൻ അമ്മയുടെ കൂടെ വന്നോളാം. ലക്ഷ്മി, ചിന്നുവിനെ ഒരുക്കി കഴിഞ്ഞില്ലേ? പോയിട്ട് വാ ചിന്നു. എല്ലാരും അവിടെ നിന്നെ കാത്തിരിക്ക. ചിന്നുനെ ഇത്ര സുന്ദരിയായിട്ട് കാണുമ്പോ എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോവും. അല്ലേ അമ്മേ? വാ അമ്മേ, ചിന്നുനെ കൊണ്ട് വേഗം അങ്ങോട്ട് വാ. ഒരു മിനിറ്റ്. പോവാം. മോളെ, ചിന്നു അവിടെ. ലക്ഷ്മി ഇതുവരെ അവളെ ഒരുക്കി കഴിഞ്ഞില്ലേ? അവളല്ലേ വലിയ ചിന്നത്തെ സ്റ്റാർ. അവളെ എത്ര ഒരുക്കിയിട്ടും അമ്മയ്ക്ക് തൃപ്തിയാവുന്നില്ല. സമയം പോകുന്നു. ലക്ഷ്മിയോട് വേഗം വരാൻ പറ. ചിന്നുനെ കുട്ടി അമ്മ ഇപ്പൊ വരും. അമ്മേ, ഇതാരാ വരുന്നത് നോക്കി. ആഹാ, ഇതാരാ ഇത്? ഇങ്ങോട്ട് വാ മോളെ, വാ. നന്നായിട്ടുണ്ട്. ഇനി സമയം കളയണ്ട, ഇറങ്ങാം. അപ്പോ ലക്ഷ്മിയമ്മ വരുന്നില്ലേ? പിന്നെ വരാതെ. ഞാനും അമ്മയും അംബിക അപ്പച്ചിയും ഒക്കെ പുറകെ വന്നേക്കാം. മോളിപ്പോ ഇവരുടെ കൂടെ പോ. ഇല്ല, ലക്ഷ്മിയമ്മ എന്റെ കൂടെ വന്നേ പറ്റൂ. ചിന്നു, നീ വാശി പിടിക്കാതെ വല്യച്ഛന്റെ ഒപ്പം പോ. ഒരു വണ്ടിയിൽ എല്ലാവർക്കും കൂടെ പോകാൻ പറ്റില്ലല്ലോ. ഫംഗ്ഷൻ നടക്കുന്ന ഇവിടെ അടുത്തായോണ്ട് വേറെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടില്ല. ഞാനും അമ്മയും അച്ഛമ്മയൊക്കെ പെട്ടെന്ന് വരും. ശരി, ഞാൻ പോവാം. പക്ഷെ ലക്ഷ്മിയമ്മ വരാൻ താമസിച്ച ഞാൻ സമ്മാനം വാങ്ങാൻ കേറില്ല.